സിനോജ്, ഇന്ത്യ ലോകത്തിലെ ആയുധ വ്യാപാര രംഗത്തിൽ വലിയ ചുവടുവെപ്പുകളാണ് വയ്ക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 23,622 കോടി രൂപയുടെ ആയുധ കയറ്റുമതി ഇന്ത്യ നടത്തിയിരിക്കുന്നു. അർമേനിയ അടക്കമുള്ള രാജ്യങ്ങൾക്ക്, ഫ്രാൻസിന് വരെ ഇന്ത്യ ആയുധങ്ങൾ കൈമാറുന്നുണ്ട്. ആയുധങ്ങൾ നിരവധി, നമുക്ക് സവിശേഷമായ ആയുധങ്ങളും ഉണ്ട്. 100-ലേറെ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇന്ന് ആയുധം നൽകുന്നുണ്ട് വ്യാപാരം. അത് 2029 കൂടി 50,000 കോടിയുടെ വ്യാപാരത്തിലേക്ക് എത്തിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. വൻ കുതിച്ചുകയറ്റമല്ലേ ഇന്ത്യ നടത്തുന്നത്? തീർച്ചയായിട്ടും വമ്പൻ കുതിച്ചുകയറ്റമാണ്. അത് കാരണം ആയുധ വിപണിയിൽ ഇന്ത്യ ഇതുവരെ കാണാത്ത രീതിയിൽ ഇങ്ങനെ ഗ്രാഫ് ഉയർത്തി കൊണ്ടുവരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് റഷ്യയാണ് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ആയുധം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി റഷ്യ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങൾ പതുക്കെ ആയുധങ്ങളുടെ ഒരു വൈവിധ്യവൽക്കരണത്തിനായിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് കൈകോർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഏഷ്യയിലെ കുറച്ച് രാജ്യങ്ങളുണ്ട്. ഇവിടെയുള്ള പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം പെട്ടെന്ന് തീരുമെന്ന്. പക്ഷെ 2-3 വർഷമായിട്ട് യുദ്ധം തീരുന്നില്ല, ഇതിങ്ങനെ നീണ്ടുപോകുന്നു. അപ്പോൾ റഷ്യ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഈ യുദ്ധമേഖലയിൽ റഷ്യക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആയുധ ഇടപാടിൽ മറ്റു പല രാജ്യങ്ങൾക്കും ആയുധം വേണ്ടത്ര കിട്ടുന്നില്ല. ഈ ഒരു സമയത്ത് ഇന്ത്യ പതുക്കെ ഒരു പുതിയ തന്ത്രം മുന്നോട്ട് വെക്കുകയാണ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഇത്തരത്തിലുള്ള പല രാജ്യങ്ങൾക്കും നൽകും. അപ്പോൾ ഇത് വാങ്ങാൻ പണമില്ലാത്ത രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾക്ക് നമ്മൾ കുറഞ്ഞ നിരക്കിൽ പലിശയ്ക്ക് പണം നൽകും. എന്നിട്ട് ദീർഘകാല വായ്പയാക്കി മാറ്റും. ആ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ആയുധം വാങ്ങാം. അപ്പം ഗുണമേന്മയുള്ള എന്നാൽ താരതമ്യേന വിലക്കുറവുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ മറ്റു രാജ്യങ്ങൾക്ക് അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ പ്രലോഭിപ്പിക്കുകയാണെന്ന് പറയാം. അപ്പോൾ റഷ്യയുടെ ഒരു ഒഴിവിൽ നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും റഷ്യക്ക് ഇന്ത്യയോടൊരു വിരോധം ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യ ഇന്ത്യയെ സംയുക്തമായിട്ട് ബ്രഹ്മോസ് എന്ന് പറയുന്നൊരു മിസൈൽ നിർമ്മിക്കുന്നുണ്ട്. ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന്, യുദ്ധക്കപ്പലിൽ നിന്ന്, യുദ്ധവിമാനത്തിൽ നിന്നൊക്കെ തന്നെ വിക്ഷേപിക്കാൻ പറ്റും. 200 കിലോമീറ്റർ റേഞ്ചിന് അപ്പുറത്തേക്ക്, അതായത് 290 അതിൻ്റെ ഒരു ദൂരപരിധി പറയുന്നത്. അവിടെ കൃത്യമായിട്ട് ഇത് ലക്ഷ്യം ഭേദിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ന് വരെ ഒരു സാധനത്തിനും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ റഷ്യയുമായിട്ടുള്ള ഒരു ഒരു കൂട്ടായ പരിശ്രമമായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇന്ത്യയുടെ നിലപാടിനോട് തൽക്കാലം യോജിപ്പുണ്ട്. മാത്രമല്ല ഇന്ത്യ ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനി അമേരിക്കയാണ് എതിർക്കാൻ വരേണ്ടത്. പക്ഷേ അമേരിക്ക എതിർക്കുന്നില്ല. അതിൻ്റെ കാരണം ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിയില്ലെങ്കിൽ ഈ രാജ്യങ്ങൾ പതുക്കെ ചൈനയിലേക്ക് പോകും. അപ്പോൾ എന്തിനാണ് വെറുതെ ചൈനയ്ക്ക് ഒരു തൂക്കം കൊടുക്കുന്നത്? അതുകൊണ്ട് വീണ്ടും ഇന്ത്യക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. നമ്മൾ പിന്നെ പിനാക്കെ എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അവതരിപ്പിച്ചു. ഇത് ഇന്ത്യ അവതരിപ്പിച്ച ഉടനെ തന്നെ അർമേനിയ എന്ന് പറയുന്ന രാജ്യം മേടിക്കുന്നു. അസർബൈജാൻ അർമേനിയ ആക്രമിച്ചപ്പോൾ അവർ ഇത് ഉപയോഗിച്ചു. ഇത് കണ്ടപ്പോഴത്തേക്ക് ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ ഞെട്ടിയിട ഇങ്ങനൊരു സംവിധാനം ഉണ്ടോ? അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റായ മാക്രോൺ നേരെ അവരുടെ സൈന്യാധിപനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. എന്നിട്ട് മോദിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ട് ഈ പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരിത് വാങ്ങാൻ തയ്യാറായി. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം സപ്ലൈ ചെയ്യുന്ന ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ വന്നിട്ട് ഈ ആയുധം വാങ്ങുന്നു. അവിടെയാണ് പ്രിയൻ പറഞ്ഞൊരു കാര്യം. അതായത് കഴിഞ്ഞ തവണ നമ്മൾ 21,038 കോടി രൂപയുടെ ആയുധങ്ങൾ കയറ്റി അയച്ചു. അപ്പോൾ ഇത്രയും കാലം ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇപ്പം നമ്മൾ ആയുധങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമായിട്ട് മാറി. അപ്പം 21,038 കോടി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും 37% വർധന ഉണ്ടായി തൊട്ട് മുമ്പിൽ. അപ്പം നമ്മൾ വീണ്ടും ലക്ഷ്യം കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം എടുത്താൽ നമ്മൾ ആകെ 4,312 കോടിയുടെ ആയുധങ്ങളാണ് കയറ്റുമതി ചെയ്തത്. 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ കയറ്റുമതി 2014-2024 88,319 കോടിയായിട്ട് ഉയർന്നു. അപ്പം ഈ ഗ്രാഫ് നോക്കുമ്പോൾ ആയുധ കയറ്റുമതിയിൽ ഇന്ത്യക്ക് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കുതിച്ചുചാട്ടം ഉണ്ടാവുകയാണെങ്കിൽ 2029 ആകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് $6 ബില്യൺ ആയുധ കയറ്റുമതി എന്ന് പറഞ്ഞാൽ $51,420 കോടി അല്ലെങ്കിൽ അത്രയും രൂപയുടെ ആയുധം നമ്മൾ കയറ്റി അയക്കും. അപ്പം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം വിചാരിച്ചതുപോലെ അവസാനിക്കാത്തതുകൊണ്ട് എല്ലാ കാലവും റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിക്കുന്ന വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കൈകോർക്കുന്നു. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ വന്ന് നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ പണം ചെലവാക്കാതെ എന്നാൽ ഗുണമേന്മ കൂടുതലുള്ള ആയുധങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ആയുധങ്ങൾ കൊടുത്താൽ സ്വാഭാവികമായും ഇന്ത്യയുമായി ഇവർക്കൊരു സഖ്യം ഉണ്ടാകുകയും ഒരു മമത ഇന്ത്യയോട് കാണിക്കുകയും ചെയ്യും. മാത്രമല്ല ഇന്ത്യ പണം കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ പലിശ നിരക്കിൽ കൊടുക്കുന്നതിന് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ എക്സിം ബാങ്ക് എന്നാണ്. അതായത് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനുള്ള എക്സിം ബാങ്ക് പ്രോജക്റ്റ്. ഇതിൽ കുറച്ചുകൂടെ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങൾക്ക് ഈ പണം ഒക്കെ ഞങ്ങൾ തരാം, നിങ്ങൾ ആ പൈസയ്ക്ക് ഞങ്ങളുടെ ഈ ആയുധം വാങ്ങും. അപ്പോൾ ഇത്തരത്തിൽ ആയുധങ്ങൾ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നു. അതാണ് പ്രിയൻ പറഞ്ഞ പോലെ 100ഓളം രാജ്യങ്ങളുമായിട്ട് ഡിഫൻസ് മേഖലയിൽ നമ്മൾ ഇടപാട് നടത്തുന്നു. നമ്മുടെ കുതിച്ചുകയറ്റം ഞെട്ടിപ്പിക്കുന്നതല്ലേ? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി
അത് തന്നെ ഇതിനകത്ത് വലിയ ഒരു മുന്നേറ്റത്തിന് കാരണമായി. പിന്നെ സ്വകാര്യ മേഖലയിലുള്ള ആയുധ നിർമ്മാണം, സ്വകാര്യ മേഖലയിൽ ഇന്ത്യ സർക്കാരിന്റെ പങ്കാളിത്തത്തോടു കൂടിയും സ്വതന്ത്രമായും സ്വകാര്യ മേഖലയിലും ആയുധ നിർമ്മാണത്തിനുള്ള അവസരമൊരുക്കുന്നു. ഇത് വലിയ കോമ്പറ്റീഷൻ സൃഷ്ടിക്കും. അതായത് ലോകത്തെമ്പാടുമുള്ള ആയുധ നിർമ്മാതാക്കൾക്ക് ഇന്ത്യയിൽ വന്നും ആയുധം നിർമ്മിച്ച് അത് വിപണനം ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഇന്ത്യ ഒരുക്കുമ്പോൾ ആയുധ നിർമ്മാണ കയറ്റുമതിയിലും ഉൽപ്പാദനത്തിലും എല്ലാം ഇന്ത്യക്ക് ഒരു മേൽക്കൈ വരുന്നു. അതോടുകൂടി തന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി ഉയരുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് മാറുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കരുതാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല യുദ്ധവിമാനങ്ങൾ, ഇപ്പോൾ തേജസ് യുദ്ധവിമാനം നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ആ യുദ്ധവിമാനം നിർമ്മിക്കാമെങ്കിലും എഞ്ചിൻ നമുക്ക് പറ്റില്ല. എഞ്ചിൻ നമുക്ക് വിദേശ രാജ്യത്തു നിന്ന് കൊണ്ടുവരണം. അങ്ങനെയാണ് ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുമായിട്ട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ബംഗളൂരു ആസ്ഥാനമാക്കിയ സ്ഥാപനം ഈ വിമാനം നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരും HAL തമ്മിലൊരു കരാറിൽ ഏർപ്പെടുന്നു. പക്ഷേ എഞ്ചിൻ അമേരിക്ക എന്ന് പറയണം. പക്ഷേ ജോ ബൈഡൻ ഭരണകൂടം നമുക്കൊരു പണി തരണമെന്ന് വിചാരിച്ചുകൊണ്ട് ആ എഞ്ചിൻ സപ്ലൈ ഒന്ന് പതുക്കെ ചവിട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് നമുക്ക് എഞ്ചിനുകൾ കിട്ടുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഈ HAL കൃത്യസമയത്ത് ഈ വിമാനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാനും പറ്റുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുകയും നമുക്ക് ഈ പറയുന്ന ജനറൽ ഇലക്ട്രിക്കൽ കമ്പനിയിൽ നിന്ന് എഞ്ചിൻ നൽകി തുടങ്ങുകയും ചെയ്തു. ഇനി നമുക്ക് പാറ്റൻ ടാങ്കുകൾ, അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ, ഇവയൊക്കെ നിർമ്മിക്കാനുള്ള എഞ്ചിന് നമ്മുടെ കൈവശമില്ല. അപ്പോൾ നമ്മൾ വെടിക്കോപ്പ് നിർമ്മിക്കുന്നുണ്ട്, യുദ്ധോപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഇത്തരം മേഖലയിൽ നമുക്ക് വലിയ സാങ്കേതിക പരിജ്ഞാനമില്ല. അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ട് ആയുധ ഇടപാട് നടത്തുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ആയുധ ഇടപാട് നടത്തുമ്പോൾ നമ്മൾ പതുക്കെ അവരുടെ ടെക്നോളജിയും കൂടെ ചോദിക്കും. അപ്പോൾ പതിയെ ആ ടെക്നോളജി കൈമാറും. അങ്ങനെ റഷ്യയുടെ ടെക്നോളജിയും യൂറോപ്പിൻ്റെ ടെക്നോളജിയും ഏതാണ്ട് നമുക്ക് കിട്ടും. അതുപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് വിപണിയിൽ വലിയ ഡിമാൻഡാണ്. ഇത്തരം ആയുധങ്ങൾ ഒരുപക്ഷെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിരോധിക്കാനാണ്. അപ്പോൾ ലോകത്ത് തന്നെ മൂന്നാമത്തെ വലിയ ശക്തിയാണ് ചൈന. ആ ചൈന എന്ന് നേരിട്ട് അതിർത്തിയുള്ള രാജ്യം ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ചൊറിയുന്നതിനെ നമ്മൾ എപ്പോഴും എതിർക്കുമെന്നുള്ളതുകൊണ്ട് അത്തരം ആയുധങ്ങൾ നമ്മൾ നിർമ്മിക്കും. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ ധാരാളമായിട്ട് ആയുധ മേഖലയിൽ ഇടപെടുന്നു. അത് ഇന്ത്യക്ക് ഗുണമാണ്. കാരണം നേരിട്ട് നമ്മൾ ആ പ്രൈവറ്റ് കമ്പനിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നു. അവർ ഈ ആയുധങ്ങളൊക്കെ കൈമാറുന്നു. അമേരിക്കയിലെ ഉൾപ്പെടെയുള്ള ആയുധ കമ്പനികൾക്ക് ഇപ്പോൾ റഷ്യയും അമേരിക്കയും ആയുധങ്ങൾ നൽകുന്നില്ല. അപ്പോൾ ആ കമ്പനികൾ ഒരു പ്രതിസന്ധിയിലാണ്. അവർ നേരെ ഇന്ത്യയുമായിട്ട് സമീപിക്കുന്നു. ഇന്ത്യ പ്രതിരോധ രംഗത്ത് കുതിച്ചുചാട്ടം നടത്തുന്നു. അപ്പോൾ ഇന്ത്യ ശരി, ഞങ്ങൾ ആയുധം നിർമ്മിച്ച് നൽകാമെന്നൊക്കെ പറയുന്നു. ഇതുകൂടാതെ തന്നെ ഇന്ത്യ ഈ നയതന്ത്ര ബന്ധങ്ങളിൽ ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിലൊക്കെ ഈ ഡിഫൻസ് അറ്റാഷേമാരെ നിയമിക്കും. എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങളുമായിട്ട് നേരിട്ടുള്ള പ്രതിരോധ ബന്ധം. അപ്പം ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഡീലാണ് നടക്കുന്നത് ആയുധങ്ങൾ തമ്മിൽ. അപ്പം ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി ഒന്ന് ആലോചിച്ച് നോക്കിയും, നമ്മൾ പൈസ ഇല്ലാത്തവർക്ക് പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മുടെ ആയുധം വാങ്ങിപ്പിക്കുന്നു. ഈ ആയുധം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള ആയുധമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു രാജ്യത്തുനിന്ന് ആയുധം മേടിക്കുന്നു. കാലങ്ങളായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലാണ് ആയുധ വിപണിയിൽ ബന്ധം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ആയുധം വേണമെന്ന് തോന്നിയാൽ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന റഷ്യ. അത് ഒരു മമത ഉണ്ടായി വരുന്ന. പാകിസ്ഥാനെ എടുത്താൽ പാകിസ്ഥാൻ എപ്പോഴും ആയുധം മേടിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ചൈനയുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കി വെക്കും. ഇവിടെ ഇന്ത്യ ആയുധം കയറ്റുമതി ചെയ്ത് തുടങ്ങിയതോടുകൂടി പല രാജ്യങ്ങളും പതുക്കെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ടെക്നോളജി വികസിപ്പിക്കുമ്പോൾ, കൂടുതൽ മെച്ചപ്പെട്ട ആയുധം നിർമ്മിക്കുമ്പോൾ ഇതേ രാജ്യം നമ്മളെടുത്ത് വരും. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഇതേ രാജ്യത്തിന് അവരുടെ ആയുധ വൈവിധ്യവൽക്കരണമൊക്കെ ചിന്തിക്കുമ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ത്യക്കായിരിക്കും. ഇതാണ് ഇന്ത്യയുടെ തന്ത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഒരു തന്ത്രമാണ്. അതായത് ചൈന വൻതോതിൽ മറ്റു രാജ്യങ്ങൾ പണം നിക്ഷേപിക്കും, എന്നിട്ട് അവരെ കടക്കണിയിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ചൈനയാണ്. കാരണം അവിടുത്തെ പോർട്ട് അല്ലെങ്കിൽ വിമാനത്താവളമൊക്കെ ഇത്ര വർഷത്തേക്ക് പാട്ടത്തിലെടുക്കും, പിന്നെ അവിടെ കടന്നുകയറ്റം നടത്തും. ഇതേ ഒരു സ്ട്രാറ്റജി ഇന്ത്യ ഈ പറയുന്ന സാങ്കേതിക മേഖലയിൽ ഡിഫൻസ് മേഖലയിൽ പ്രയോഗിക്കുന്നു. പക്ഷേ ഇന്ത്യ ചെയ്ത് ഇതല്ല, പണം അങ്ങോട്ട് കൊടുത്തിട്ട് അവരെ പ്രലോഭനത്തിലൂടെ നമ്മളിലേക്ക് വരുത്തുന്നു, എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ആയുധം കൊടുക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആയുധം കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മറ്റു രാജ്യങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണെങ്കിൽ അമേരിക്കയും റഷ്യയൊക്കെ ഉപരോധമായിട്ട് വരും. ഇന്ത്യ റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ഒക്കെ നല്ല ബന്ധം പുലർത്തുന്നതുകൊണ്ട് ഈ നമ്മൾക്ക് നേരെ ഉപരോധം വരില്ല. മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ ആയുധം കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കും. നമ്മൾ പരോക്ഷമായോ പ്രത്യക്ഷമായോ പിന്തുണ കൊടുത്താൽ ഇസ്രയേൽ, അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഈ പിന്തുണയ്ക്ക് വരും. അപ്പം ചുരുക്കം പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന നമുക്ക് വരുന്ന ഒരു 4-5 വർഷം കൊണ്ട് ആയുധ കയറ്റുമതി 51,000 കോടിയിൽ എത്തിക്കാൻ കഴിയും. ഇതിൻ്റെ പ്രധാന കാരണം ആർജവമുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകണം എന്നുള്ള. അപ്പം നരേന്ദ്രമോദി സർക്കാർ, ആ സർക്കാരിൻ്റെ കീഴിലുള്ള വിദേശകാര്യമന്ത്രി, അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി, പിന്നെ വിദേശ നയതന്ത്ര ബന്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ ഡിഫൻസ് അറ്റാഷേമാരുടെ ഉപയോഗം, ഇതിനെയൊക്കെയുള്ള സെലക്ഷൻ
ഡയറക്ഷൻ ഉണ്ടല്ലോ വളരെ കൃത്യമാണ്. അതുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും